ഹലോ ഗായ്സ്, ബെസ്റ്റ് ചോയ്സ് എവറിൻ്റെ എപ്പിസോഡ് 28 ആണ് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ നമ്മുടെ മായിനോട് എതിർത്ത് സംസാരിക്കുന്ന 3 ഉണ്ടല്ലോ, അവറ്റകളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മായിയുടെ അമ്മ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഫീസ് വരെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3 പറയുന്നുണ്ട്, നമ്മളിവിടെ ഫുഡ് കഴിക്കാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുവാണ്. പക്ഷേ ഇവളുടെ അമ്മ നോക്കിയാൽ ഇവൾക്ക് വീട്ടിൽ നിന്നടക്കം ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. എന്തൊരു കഷ്ടമാണല്ലേ, ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വേറൊരു ന്യായം, മുതലാളിക്ക് വേറൊരു ന്യായമാണ് എന്നുള്ള രീതിയിൽ നോക്കുവാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മായിക്ക് ഇതൊന്നും കേട്ട് സഹിക്കാനാവാതെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. അമ്മേനെയും വിളിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ പിന്നിക്കൂടെ ഇങ്ങനെ നടക്കുവാണ്. നമ്മുടെ നടിയാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മായിയുടെ അമ്മ പറയുവാണ്, എടി ഞാൻ നിന്നോട് ഫുഡ് കഴിക്കാനല്ലേ പറഞ്ഞേ, അതിന് നിന്നെ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നേ, ഫുഡ് കഴിക്കാണ്ട് നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പം നമ്മുടെ മായി പറയുന്നുണ്ട്, അമ്മ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും അങ്ങനെ മനസ്സിലാക്കാനോ അറിയാനോ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ സീനിയറുകൾ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട്, ഇവരിങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. നിങ്ങൾ വരുമ്പോൾ അത് ടോർച്ചറായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ അവളുടെ വായെന്ന് അറിയാതെ വന്നു പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമാവാണ്. ഞാനൊരു ടോർച്ചറാണെന്നാണ് നീ പറയണേ, എന്നാൽ ശരി ഞാൻ ഈ വരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മായി പറയുന്നുണ്ട്, ഇനി എൻ്റെ ഓഫീസിലേക്ക് വന്നു പോവരുത് എന്നൊക്കെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ വല്ലാതെ വിഷമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ മായി ആണെങ്കിൽ എന്തോ ഞാനിപ്പോൾ പറഞ്ഞേ എന്നുള്ള രീതിയിൽ അവളവിടെ വിഷമിച്ചിട്ട് നമ്മുടെ യാവനെ വിളിച്ച് പറയുവാണ്, യാവോ ഞാൻ അമ്മേനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് സമാധാനിപ്പിക്കണേ, എങ്ങനെയെങ്കിലും നിനക്ക് ഫ്രീ ആണെങ്കിൽ മതി എന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ സീനിയർ ഗേളാണെങ്കിൽ അമ്മയുടെ പിന്നാലെ പോവുകയാണ്. അവിടെ എത്തിയിട്ട്, ആൻറ്റി എനിക്ക് നല്ലപോലെ വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ ചോദിക്കുമ്പോൾ, എന്തായാലും മായി തിന്നില്ലല്ലോ, ഞാൻ ഈ ടിഫിൻ ബോക്സിൽ അവൾക്ക് വേണ്ടി നിറച്ച കുറേ ഫുഡുണ്ട്, ഇത് നീ കഴിച്ചോളാൻ പറയുവാണ്. ആൾ കഴിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് അടിപൊളി ടേസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കഴിക്കുവാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മായിയുടെ അമ്മ പറയുവാണ്, അല്ല മോളെ, ഈ നിങ്ങളുടെ പ്രായത്തിലത്തെ കുട്ടികൾക്ക് ഞങ്ങളുടെ ടേസ്റ്റ് വലിയ താല്പര്യമില്ല, ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത പോലെയാണെന്ന് പറയുവാണ്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, ആൻറ്റി എനിക്കും എൻ്റെ അമ്മയ്ക്കും വേറെ കാര്യങ്ങളൊക്കെയാണ്, അതായത് ആൾ ബിസിയാണ്, എന്നെയും കൂടി നോക്കിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കത് വലിയ ബുദ്ധിമുട്ടാകും. അതുപോലെ പല ഡിസ്റ്റൻസും അമ്മയ്ക്കും മോളുടെ ഇടയിലുണ്ടാവും, അത് സ്വാഭാവികമാണെന്ന് പറയുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ യാവോ ആൻറ്റീനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോൾ എന്തൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് പോയി നോക്കിക്കേ എന്ന് പറഞ്ഞ് വിടുവാണ്. ഇവിടെ നമ്മുടെ യാവോ വന്നിട്ട് പറയുന്നുണ്ട്, മായും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്രയും സീരിയസ് ആണ്, നീ അത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ, ശരിയാ, നമ്മുടെ മായുടെ ഫാമിലിയും അടിപൊളിയാണ്, നീ ചോയ്സ് ചെയ്തത് അടിപൊളിയാണ്, എന്തായാലും ഞാൻ സന്തോഷിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വിഷമിച്ചിട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ മായിക്ക് അവൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നീ തന്ന ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന്. എന്നിട്ട് നമ്മുടെ യാവോ അവിടെ നിന്ന് നമ്മുടെ മായിനെ കാണാൻ വേണ്ടി വരുവാണ്. മായിനെ കാണാൻ വേണ്ടി വരുമ്പോൾ അവൾ പറയുന്നുണ്ട്, നീ എങ്ങനെ അമ്മേനെ സെറ്റാക്കിയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കുറേ സാധനങ്ങൾ നീ വാങ്ങിച്ചാന്ന് പറഞ്ഞിട്ട് അവൾ കൊടുത്തിട്ടുണ്ട്, ഇപ്പം അതും നോക്കി ഇരിപ്പുണ്ടാവും എന്ന് പറയുവാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ യാവ് ചോദിക്കുന്നുണ്ട്, അല്ല ഇനി നീ വീണ്ടും ആ അമ്മേനെ അവോയ്ഡ് ചെയ്യാൻ പോവാണോ, പാവല്ലേടേ എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, ഞാൻ അവോയ്ഡ് ചെയ്യാനല്ല പോകുന്നത്, ഇനി എൻ്റെ മനസ്സ് തുറന്ന് ഞാനെല്ലാം സംസാരിക്കാൻ പോവാന്ന് പറയുവാണ്. ഇവിടെയാണെങ്കിൽ വീട്ടിൽ സാധനങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ഓരോന്നും തുറന്നു നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത്, എടി ഇവിടെ നോക്കി ഒരു ജ്യൂസർ, ഇവിടെ നോക്കി ഒരു കോഫി മേക്കർ എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മയാണെങ്കിൽ വിഷമിച്ച് സൈഡിൽ സോഫയിൽ കിടക്കുവാണ്. ആളൊരു റെസ്പോണ്ടും ഇല്ല, ആളിങ്ങനെ കിടപ്പാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മായും അതുപോലെ യാവും കയറി വരുന്നുണ്ട്. യാവ് കയറി വരുമ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, അല്ല മോനെ ഞാൻ നേരത്തെ ഡ്രോപ്പ് ചെയ്ത് വന്നല്ലോ. ആ ഒരു സമയത്ത് നമ്മുടെ മായിനൊന്നും ഞാൻ കണ്ടില്ലല്ലോ, അല്ല ഇപ്പം മായ എവിടുന്ന് വന്നേ എന്നൊക്കെ ചോദിക്കുവാണ്. നമ്മുടെ യാവാണെങ്കിൽ നൈസായിട്ട് അതൊന്ന് വഴി തിരിച്ചു വിടുവാണ്. അത് പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ കണ്ടു, അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ്. അവൻ എസ്കേപ്പ് ആയതാണ് കേട്ടോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മായി അമ്മേനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ മായിയുടെ അമ്മയാണെങ്കിൽ മായിക്ക് കഴിക്കാൻ വേണ്ടി ആപ്പിൾ കഴുകിയിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ആളെന്നെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നമ്മുടെ മായി വന്നത് കട്ട് ചെയ്ത് കഴിക്കുവാണ്. കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മായിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എന്നോട് വെറുപ്പെങ്ങാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മായി പറയുന്നുണ്ട്, എനിക്ക് വെറുപ്പൊന്നുമില്ല, എനിക്ക് നിങ്ങളോട് മര്യാദ മാത്രമേ ഉള്ളൂ, എന്നെ ഇത്രയും കാലം വളർത്തിയിട്ടുണ്ടാക്കിയില്ലേ, നിങ്ങൾ എന്ത് നന്നായിട്ട് എന്നെ വളർത്തിയത്, അതിൻ്റെ ഒരു സന്തോഷവും അതുപോലെ വലിയൊരു മര്യാദ നിങ്ങളോടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മാത്രം എനിക്കടക്കം ഒരു റോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ അന്ന് എന്നെ ആ ഒരു ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അടിച്ചിട്ട് നാണം കെടുത്തിയില്ലേ, അതുപോലെ ഇനി ഉണ്ടാവുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് വായിൽ വന്നത് എന്തൊക്കെയോ ഞാൻ വിളിച്ചു കൂവി, സോറി ഉണ്ട് അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് പറയുന്നുണ്ട്, എടാ മോളെ എനിക്ക്
ഫുഡ് കഴിക്കുന്ന വരുന്നതിൻ്റെ മെയിൻ റീസൺ എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ കുറച്ച് അനുഭവങ്ങളുള്ളതുകൊണ്ടാണ്. എൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ ചേട്ടന് ഒരു മുട്ട വാങ്ങിച്ചുകൊണ്ട് വരും. ആകെ ഒരു മുട്ടയെ വാങ്ങിച്ചുകൊണ്ട് വരത്തുള്ളൂ, അതെനിക്ക് തരത്തില്ല, അതെൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഞാൻ കടയ്ക്ക് പോയപ്പോൾ ആ മുട്ട അവിടെ നിന്ന് ആരോ കട്ടുകൊണ്ട് പോയി, ഏതോ പട്ടി എടുത്തുകൊണ്ടായതാണെന്ന് തോന്നുന്നു. പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞു നീയാണ് കട്ടയെന്ന്. അന്നുണ്ടായ ആ ഒരു മുട്ടക്കേസിൽ ഞാനാണ് പ്രതി. അപ്പോൾ ഞാൻ വലുതായിട്ട് എനിക്കുണ്ടാവുന്ന ആ ഒരു മോൾക്ക് ഞാൻ എന്നും മുട്ട കൊടുക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ നീ ഫുഡ് കഴിക്കാതെ പോയപ്പോൾ എനിക്ക് വല്ലാതെ വിഷമമായിടി എന്ന് പറയുകയാണ്. നമ്മുടെ മായി പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആളെന്നെ പോയി കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന് നമ്മുടെ മായി ചോദിക്കുമ്പോൾ ആൾ പറയുകയാണ്, എനിക്ക് വിഷമമൊന്നുമില്ല, എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എനിക്കിപ്പോൾ തീരെ വിഷമമില്ലെന്ന് പറയുകയാണ്. നമ്മുടെ മായും പറയുന്നുണ്ട്, ഞാനെല്ലാം ഓപ്പണായി പറഞ്ഞതുകൊണ്ട് ഞാനും എല്ലാം കൂളായി എന്ന് പറയുകയാണ്. നമ്മുടെ മായിയുടെ അമ്മ പറയുന്നുണ്ട്, ഇനി ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യാനോ വിഷമിപ്പിക്കാനോ ഞാൻ വരത്തില്ല, പക്ഷേ ഞാൻ നിന്നെ പിന്നിന്ന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഇവരായിട്ട് തന്നെ സംസാരിച്ച് ഉള്ളു തുറന്നെല്ലാം സംസാരിച്ച് തീർത്തു. ആ ഒരു സമാധാനത്തിൽ നമ്മുടെ മായയാണെങ്കിൽ റൂമിലിരിക്കുവാണ്. അപ്പോൾ ജനലയുടെ അതായത് ബാൽക്കണിയുടെ ആ ഒരു ജനലയുടെ അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ അവൾ തുറന്നു നോക്കുവാണ്. നമ്മുടെ യാവു ആണെങ്കിൽ മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് താഴത്തെ ബാൽക്കണിയിലേക്ക് ഒരു ഏണി ഇട്ടിട്ട് നമ്മുടെ മായിനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. എന്നിട്ട് അകത്ത് കയറുമ്പോൾ, നീ എന്തോന്നാടെ ഈ സർക്കസ് എങ്ങാനും പഠിക്കാനുള്ള പരിപാടിയാണോ, എന്തൊക്കെ നീ കിടന്ന് കാണിക്കുന്നത്, ഇതൊക്കെ ഡേഞ്ചറസ് അല്ലേ എന്ന് നമ്മുടെ മായി ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ യാവോട് ബർത്ത്ഡേ ആണല്ലോ നാളെ, അപ്പോൾ അവനെന്താ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, അങ്ങനെ അവനക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും അങ്ങനെയൊന്നുമില്ല, നീ എന്ത് വാങ്ങിച്ചു കൊടുത്താലും അവനത് സ്വീകരിക്കുന്നു പറയുകയാണ്. അല്ല നീ ഇപ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ യാവ് പറയുന്നുണ്ട്, നിന്നും കൂടി കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയുകയാണ്. നമ്മുടെ മായയാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് ഒരു കിസ്സും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ. നമ്മുടെ യാവു പറയാണ്, പിറ്റേ ദിവസം നമ്മുടെ ബെസ്റ്റി ആണെങ്കിൽ നമ്മുടെ സാവോൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ അവന് നല്ലൊരു ടൈ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കടയിലേക്ക് വന്നിട്ട് ഇതിന് മാച്ചായിട്ട് എന്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞിട്ട് ഇത് ന്യൂ ബോൺ ആണല്ലോ, അടിപൊളിയാണല്ലോ, നോക്കട്ടെ കേട്ടോ എന്ന് പറയുവാണ്. ബെസ്റ്റിയുടെ മോനെ വിളിക്കാൻ വേണ്ടി അവൻ സ്കൂളിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവിടുത്തെ ടീച്ചർ പറയുവാണ്, അല്ല ആളുടെ അച്ഛൻ്റെ കൂടെ പോയി, നിങ്ങൾ വേണമെങ്കിൽ അച്ഛനോട് സംസാരിച്ച് വെക്കൂ എന്ന് പറയുവാണ്. ഇന്ന് എന്താ അങ്ങനെ നടന്നേ, ഫ്രൈഡേ എല്ലാ ദിവസവും ഞാനല്ലേ വിളിക്കാറ്, അതെന്താ അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, നിങ്ങൾ ആളോട് തന്നെ പോയി ചോദിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. നമ്മുടെ ബെസ്റ്റിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ല. ആളാണെങ്കിൽ എന്തായാലും ആളെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. പോകുന്ന സമയത്ത് ഈ കുട്ടി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലയെന്ന് ഗ്രാൻഡ്മ പറഞ്ഞു, നിങ്ങൾ വേറൊരാളെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ ഞാൻ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റിക്കാക്ക് ഷോക്കാവാണ്. എന്നിട്ട് ആളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളൊരു കുട്ടിയോട് പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണോ കേൾപ്പിച്ച് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കണേ എന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, അല്ല ഞാൻ പറഞ്ഞ പോലെ സത്യമല്ലേ, നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ എനിക്കുണ്ട് എന്ന് പറയല്ല. ആ കുട്ടിയാണെങ്കിൽ നേരെ ഈ അവൻ്റെ അച്ഛൻ്റെ പിന്നാലെ പോയി ഒളിക്കുവാണ്. നമ്മുടെ ബെസ്റ്റ് പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ട് ആ കുട്ടീനെ, പക്ഷേ ആള് സമ്മതിക്കുന്നില്ല. ഈ കുട്ടി കരയുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു വേലക്കാരി ആ കുട്ടീനെ കൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചുറ്റോറും ക്യാമറയാണ്, ഇതെങ്ങാനും കോഡിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ മോനെ പിന്നെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല എന്ന് പറയുവാണ്. നമ്മുടെ ബെസ്റ്റിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തല്ലാതെ അപ്പട്ടെ കിടന്ന് കരയാണ്. കാറിലിരുന്ന് പൊട്ടി കരയുന്നുണ്ട് നമ്മുടെ ബെസ്റ്റി. എന്നിട്ട് ലേറ്റ് ആയല്ലോ, സാവാനെ കാണാൻ പോകണ്ടേ പറഞ്ഞിട്ട് സാവാനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ ഒന്നും നടക്കാത്ത പോലെ ട്രാഫിക്കാണ് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ സാവോനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബെസ്റ്റി പതുക്കനെ കാര്യത്തിലേക്ക് കടക്കുവാണ്. നമ്മൾ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തിനാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഇത്രയും സീക്രറ്റ് ആയിട്ട് വെക്കുന്നത്, കാരണം നീ ചെറിയ ചെക്കനല്ലേ, ഞാൻ കുറച്ചുകൂടി മൂത്തതല്ലേ, ഇത് നടക്കത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി ഒരു ചോയ്സും കൂടി തന്നേക്കാം, നിനക്ക് പൊക്കൂടാന്ന് ചോദിക്കുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സാവോന് ഭയങ്കര വിഷമാവുന്നുണ്ട്. എൻ്റെ ഈ പെണ്ണ് ഇപ്പം ഇങ്ങനെ സംസാരിക്കണേ എന്നുള്ള രീതിയിൽ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അവൾ പതിയെ നൈസായിട്ടൊന്ന് പറയുന്നുണ്ട്. ഇവളുടെ കൂടെ ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിന്നറിന് വീട്ടിലേക്ക് വന്നോളണം എന്നായിരുന്നു ഓർഡർ. പക്ഷെ അവൻ വരാത്ത കാണുമ്പോൾ നമ്മുടെ മായ ഒന്ന് വിളിച്ച് നോക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ആൾ എടുക്കുന്നില്ല, പക്ഷേ ലൊക്കേഷൻ മാത്രം ഷെയർ ചെയ്യുവാണ്. എന്നിട്ട് നമ്മുടെ മായ എന്തുവാടാ, ഞാൻ വിളിക്കുമ്പോൾ നീ എടുക്കുന്നില്ല, ലൊക്കേഷൻ മാത്രം നിന്നെ ഷെയർ ചെയ്യാനേ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വോയിസ് മെസ്സേജ് ഇടുവാണ്. പക്ഷേ അവനത് കാണുന്നുണ്ടെങ്കിലും റെസ്പോണ്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ മായ എന്തായാലും ആ ലൊക്കേഷൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കുമ്പോൾ നമ്മുടെ യാവോ എന്തായാലും ഡിന്നർ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. നമ്മുടെ നടി അവിടെ നിന്ന് എണീച്ച് പോകുന്ന കാണുമ്പോൾ നമ്മുടെ സാവോ പറയുന്നുണ്ട്, എവിടേക്കേലും പോകാനാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന്. പക്ഷെ നമ്മുടെ മായ പറയാണ്, വേണ്ട എൻ്റെ പാരൻസിന് കൂടെ നീരിക്ക് ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാവോൻ്റെ അടുത്ത് പോയിട്ട് ഇവിടെ വാങ്ങിച്ചു വെച്ചിരുന്ന ഗിഫ്റ്റ് അതുപോലെ കാർഡ് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്.
ഇവൻ ഈ ഗിഫ്റ്റ് ഒന്നും എടുക്കാണ്ടായപ്പോൾ നമ്മുടെ മായി ചോദിക്കുന്നുണ്ട്, എന്തുവാടാ അമ്മയോട് ദേഷ്യമാണോ എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, അമ്മയോട് ദേഷ്യമല്ല, അപ്പോൾ ആരോടാ, ബെസ്റ്റിയോടാ എന്ന് ചോദിക്കുവാണ്. നമ്മുടെ ഇതാവ് പറയുന്നുണ്ട്, അവൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അവളുടെ കുട്ടിയുടെ കാര്യം പറഞ്ഞു, എന്താ ബ്രേക്കപ്പ് ആവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, പക്ഷെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുവാണ്. ഇതോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ